चुपके में घूमी गली गली, कहीं मिला नहीं मेरे पिया। खिल खिल के हंस दी गली गली, पर खिला नहीं मेरा जिया। मेरी इतनी कहानी मेरे है ये परेशानी, कभी आए कोई बोले मैंने दिल दिया। ढूंढ रही हूँ मैं ऐसा दीवाना, थोड़ा सा पगला थोड़ा सियाना, थोड़ा सा पगला थोड़ा सियाना। हाँ, मुझसे करे वो आके प्यारी प्यारी बातें, चेहरे को चांद कह दे जुल्फों को रातें। मिलने वो जो आए बोले हाय मेरी जाना, दिल में तड़पते हैं तेरे अरमां। मैं तेरा दीवाना हूँ, तू जो मांगे जा भी दूँ। मैं तेरा दीवाना हूँ, तू जो मांगे जा भी दूँ। बिगड़ो तो कर दे शुरू हकलाना, थोड़ा सा पगला थोड़ा सियाना, थोड़ा सा पगला थोड़ा सियाना। लुक चुपके में घूमी गली गली, कहीं मिला नहीं मेरे पिया। खिल खिल के हंस दी गली गली, पर खिला नहीं मेरा जिया। मेरी इतनी कहानी मेरे है ये परेशानी, कभी आए कोई बोले मैंने दिल दिया। ढूंढ रही हूँ मैं ऐसा दीवाना, थोड़ा सा पगला थोड़ा सियाना, थोड़ा सा पगला थोड़ा सियाना। हाँ, कभी लाके दे वो गुटका मुझे भोपाल का, कभी लेके आए लहंगा वो नैनीताल का। बरेली वो जाए तो बुलाए सुरमदानी, लखनऊ से ले आए कुर्ता कामदानी। बनारस अगर जाए साड़ी लेके ही आए, बनारस अगर जाए साड़ी लेके ही आए। पूछे दिल्ली से है क्या मंगवाना, थोड़ा सा पगला थोड़ा सियाना, थोड़ा सा पगला थोड़ा सियाना। लुक चुपके में घूमी गली गली, कहीं मिला नहीं मेरे पिया। खिल खिल के हंस दी गली गली, पर खिला नहीं मेरा जिया। मेरी इतनी कहानी मेरे है ये परेशानी, कभी आए कोई बोले मैंने दिल दिया। ढूंढ रही हूँ मैं ऐसा दीवाना, थोड़ा सा पगला थोड़ा सियाना, थोड़ा सा पगला थोड़ा सियाना। Thank you. പാർവണ, ഓ ഒരു സെലിബ്രേഷൻ മൂഡായിരുന്നു. എല്ലാരും ഡാൻസേഴ്സും നിന്റെ കോസ്റ്റ്യൂം എല്ലാം ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശ്രീനി സാർ, ഭയങ്കര രസമായിരുന്നു, ഭയങ്കര കളർഫുൾ ആയിരുന്നു. താങ്ക് യു എൻജോയ് ചെയ്തു. താങ്ക് യു സർ. നന്നായിട്ട് പാടി. ആദ്യം ഒരു വാം അപ്പ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആസ് ഫാർ ആസ് പിച്ചിങ് ഇസ് കൺസേൺ. പക്ഷെ അവസാനം വരുമ്പോൾ എല്ലാം ഒത്തുവന്ന്
ഇറ്റ് വാസ് ഒരു നല്ലൊരു ക്ലൈമാക്സിലേക്ക് വന്ന് നന്നായിട്ട് പാടി. താങ്ക് യു സർ. സം പോയിന്റ്സ് ഹിയർ ആൻഡ് ദെയർ, സം നോട്ട്സ് മിസ്സിങ്, അത് കുഴപ്പമില്ല. ബട്ട് യു എൻജോയ്ഡ് ഇറ്റ്. ഈ പാട്ടൊക്കെ അതല്ലേ, ഈ പാട്ട് യു ഹാവ് ടു ഹാവ് ഫൺ. അവസാനം ഡാൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു. താങ്ക് യു സർ. എനിക്ക് കേരളത്തിൽ റിയാലിറ്റി ഷോസിൻ്റെ റിയലി സ്പെഷ്യാലിറ്റി അതാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ കേരള ഈസ് ദ ഓൺലി സ്റ്റേറ്റ് വേർ യു ക്യാൻ സിംഗ് ഹിന്ദി സോങ്, ഒരു തമിഴ് സോങ്, പിന്നെ മലയാളം ഓഫ് കോഴ്സ്. പക്ഷെ ഇവിടെ കേരളത്തിൽ മാത്രമേ ഇത് നടക്കാറുള്ളൂ. നമ്മളിപ്പോൾ ഷോസിൽ വരുമ്പോഴും വെൻ യു ഗോ ടു തമിഴ്നാട് ഐ ക്യാൻ സിംഗ് ഓൺലി തമിഴ്. ഇപ്പോൾ ഹിന്ദിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ദർ ഇസ് നോ പോയിന്റ് ഇൻ സിംഗിങ് എനി അതർ ലാംഗ്വേജ്. അപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബ്യൂട്ടി, യുനോ, ആൻഡ് ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് ഈ പ്രായത്തിൽ ഇവരൊക്കെ ഹിന്ദി ഒരുവിധം നന്നായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. ആ ഇത് ഈ പാട്ട് വന്നപ്പോൾ ഒരു വേറൊരു കളർ വന്നു. യു ഓൾസോ ഓപ്പൺ അപ്പ്, നോ? സോ ഇറ്റ്സ് എ നൈസ് തിങ്. നന്നായി പാടി. താങ്ക് യു സർ. നന്നായി പാടി. താങ്ക് യു സർ. താങ്ക് യു ശ്രീനി സാർ. ശരത് സാർ. മോളെ ഇത് ആരാണ് മോക്ക് സെലക്ട് ചെയ്ത് തന്ന? ഇത് ഞാനും അച്ഛനും സെലക്ട് ചെയ്തതാണ്. ആണോ? കൊള്ളാം, നല്ല രസമുണ്ട്, നല്ലൊരു ഓളമുണ്ട് പാട്ടിൻ്റെ മൊത്തത്തിൽ. അപ്പോൾ മോളെ എനിക്ക് ഫീൽ ചെയ്തത്, മോൾ ഈ ആദ്യം പല്ലവി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒന്നും ഒരു എന്താ പറയണ്ട, ഒരു കയ്യിൽ മോക്ക് ഒതുങ്ങുന്നില്ല. അവിടെ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല, നൊട്ടേഷന് ഒരു ക്ലാരിറ്റി ഇല്ല. അതെന്നെ ഒന്നാമത് തികിതാകുന്ന കിടക്കല്ലേ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് മോള് കൃത്യമായിട്ട് ശ്രുതിയിൽ ചെയ്യില്ലെങ്കിൽ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യത്തില്ല. നമുക്കത് പറഞ്ഞാൽ മനസ്സിലായോ? മോക്കത് പാടുമ്പോൾ ഫീൽ ചെയ്തോ? ഒരു കൺട്രോൾ ഇല്ലായ്മ ഫീൽ ചെയ്തോ? ചെറുതായിട്ട്. ചെറുതായിട്ടില്ല, നമുക്കൊരു ഇച്ചിരി വലുതായിട്ട് തന്നെ തോന്നി കേട്ടോ. അതിൽ മോളെ എനിക്ക് പല്ലവി ഇഷ്ടപ്പെട്ടത് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയാണ്. അതൊരു ഇച്ചിരി സ്റ്റഡി ആയിരുന്നു മോള് പാടിയത് കേട്ടോ. അത് നോക്കിക്കൊള്ളാം പ്രധാനമായിട്ട്. കാരണം ഒന്നാമത് നമ്മൾക്ക് അവിടെ തന്നെ കിടക്കല്ലേ ഇത്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് പാടാം. അതുപോലെ ഈ അവസാനത്തെ ആ തോടാസ പഗല ഒരു ഇംപ്രവൈസേഷൻ ഇല്ല, അതൊന്ന് പാടാമോ? थोड़ा सा पगला थोड़ा सियाना थोड़ा सा पगला थोड़ा सियाना. അതൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി. കാര്യം പാടുമ്പം ആശാജി പാടുന്ന മോക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് പാടി വെച്ചേക്കുന്നത്? ഒരു നിവൃത്തിയില്ലാതെ പാടിക്കളെ. അപ്പം അത് മക്കളെ അതാണ് എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നിയത്. കുറച്ചും കൂടെ സ്റ്റഡി ആവാം എങ്കിലേ അത്. എടാ ഇപ്പോൾ കുത്തുപാട്ടെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും അതെന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി. അങ്ങനല്ലത്. അതിനും ശ്രുതി ലയം ഒക്കെ ഉണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പിന്നെ കുറച്ച് അടിച്ച് പൊളിക്കുമ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കുഴപ്പമില്ല. ഓവറാൾ ഇങ്ങനെ കിടന്ന് ആടുമ്പോൾ നമുക്കത് ഉള്ളിലേക്ക് വരത്തില്ല. ഇതിപ്പോൾ മോളൊരു കല്യാണ ഫംഗ്ഷനാണ് പാടുന്നതെങ്കിൽ ഞാൻ എണീറ്റ് നിന്ന് കൈയടിച്ച് ഒരു 5000 രൂപ ജിപേയും ചെയ്ത് തന്നേനെ അണ്ണനൊക്കെ കേട്ടോ. ഇല്ല, അത് സത്യം. കാര്യം നമ്മൾ ഞെട്ടും. പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ മോളെ നമ്മൾ നോക്കുമ്പോൾ അതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറയും അതല്ലേ. അപ്പം അത് നോക്കിക്കൊണ്ടാൽ മതി മോള്. ഓക്കെ സാർ. അപ്പം മക്കളെ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കുറേയും കൂടെ സ്റ്റഡി ആയിട്ട് നല്ല ഏത് തരം പാട്ടാണെങ്കിലും അസാധ്യമാക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക. പാർവണ നന്നായിരുന്നു. താങ്ക് യു സർ. പാർവണയുടെ ഒരു ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോണാണ്. പ്രോഗ്രസീവ് ആയിരുന്നു മോളുടെ സിംഗിങ്. അതിങ്ങനെ പാടി 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 അങ്ങനെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഓക്കെ. മോൾ ഇതൊന്ന് പറഞ്ഞേ, അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ മോളൊന്ന് പറഞ്ഞാൽ മതി. मुझसे करे वो आके प्यारे प्यारे बातें चेहरे को चांद कह दे जुल्फों को रातें. ജുൽഫോ जुल्फों को रातें സുൽഫോ जुल्फों को रातें. സുൽഫോ ആണ്. ഇവിടെ എഴുതിയതും JHU എന്നാണ്, Z ആണ് കേട്ടോ. സുൽഫോ മുടി ഓക്കെ കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന പല്ലവി അത് രസമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മാഡം. താങ്ക് യു സർ. പാർവണ വായിച്ചു വെക്കാം. ഓക്കെ. ഷാനിക. പറയണ 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സാർ. പാർവണ 7.5. താങ്ക് യു സർ.
സോ 15.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വിളിക്കാം. ശ്രീനി സാറിന്റെ മാർക്ക് അവിടെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.